അപ്പോൾ ഞാനൊരു ബിസിനസ് ഐഡിയ പറയാൻ പോവാണ്. അത് കേട്ട് കഴിയുമ്പോൾ നിങ്ങൾ പറയും, ഇങ്ങനെ ഒരു ബിസിനസ് ഉണ്ടാവാൻ പറ്റില്ല. പക്ഷേ ഉണ്ട്, ഇത് റിയൽ ആയിട്ടുള്ളൊരു ബിസിനസ്സാണ്. നിങ്ങൾ എല്ലാവരും അത് കണ്ടിട്ടുമുണ്ട്. അപ്പോൾ ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഓരോന്നായിട്ട് ഞാൻ ആദ്യം പറയാം. വേണമെങ്കിൽ ആദ്യത്തെ ഒരു 10 സെക്കൻഡിൽ നിങ്ങൾ ഗസ് ചെയ്യാൻ ശ്രമിച്ചോളൂ. ഒന്നാമത്, ഇത് കസ്റ്റമറിനെ തേടി പോകുന്ന ഒരു ബിസിനസ് അല്ല. കസ്റ്റമർ സ്വയം നമ്മളെ തപ്പിപ്പിടിച്ച് വന്ന് പണം നമ്മുടെ കയ്യിലേക്ക് തരും. സെയിൽസ്മാൻ ആവശ്യമുണ്ട്, പക്ഷേ സെയിൽസ്മാൻ ഇവരെ പറഞ്ഞ് കൺവിൻസ് ചെയ്യിപ്പിക്കേണ്ടതായിട്ടുള്ള ആവശ്യമില്ല. പിന്നെ അടുത്തത്, ഫോളോ അപ്പ് കോളുകളൊന്നും വേണ്ട. ചിലപ്പോൾ ആളുകൾ ക്യൂ നിന്ന് വാങ്ങിക്കും. ഇനി രണ്ടാമത്, ഈ പ്രോഡക്റ്റ് എക്സ്പയർ ആയാലും വലിയ നഷ്ടമൊന്നുമില്ല. മാനുഫാക്ചറിങ് കോസ്റ്റ് ഒരു കടലാസിന്റെ വില മാത്രം. മിക്കപ്പോഴും പ്രിന്റ് ചെയ്യുന്നതെല്ലാം വിറ്റുപോകും. 3, ഇതാണ് ഏറ്റവും രസമുള്ള കാര്യം. കസ്റ്റമർ ഉദ്ദേശിച്ച റിസൾട്ട് കിട്ടിയില്ല എങ്കിലും ഒരു കംപ്ലൈന്റും ഇല്ല. റീഫണ്ട് 1 രൂപ പോലും ചോദിക്കില്ല. കൺസ്യൂമർ കോർട്ടിലോട്ടും പോവില്ല. അത് മാത്രമല്ല, നാളെ വീണ്ടും ക്യൂ നിന്ന് വന്ന് വാങ്ങിക്കും. ഇനി നാലാമത്തത്, ഇതാണ് ഏറ്റവും സ്ട്രേഞ്ച് ആയിട്ടുള്ള സംഭവം. ലോസ് വന്ന കസ്റ്റമർ കൂടുതൽ ലോയൽ ആയിട്ട് മാറും. 10 തവണ ലോസ് ചെയ്താൽ 11ാമത്തെ തവണ ഉറപ്പായിട്ടും റിസൾട്ട് കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ ഇത്രയും അടുത്ത് വരെ എത്തിയില്ലേ എന്നുള്ളൊരു ഫീലിംഗ് വെച്ച് അവർ കൂടുതൽ ലോയലായി, കൂടുതൽ അഡിക്റ്റഡ് ആയി മാറിക്കൊണ്ടേയിരിക്കും. 5, അഡ്വർടൈസിംഗ് ബഡ്ജറ്റ് 0. കസ്റ്റമേഴ്സ് തന്നെ മാർക്കറ്റ് ചെയ്തു തുടങ്ങും. ഒരാൾക്കെങ്കിലും എന്തെങ്കിലും ഒരു ചെറിയ റിസൾട്ട് എങ്കിലും കിട്ടിയാൽ മേജർ ന്യൂസ് ചാനൽ ഉൾപ്പെടെ ഫുൾ അത് തന്നെയായിരിക്കും കവർ ചെയ്യാൻ പോകുന്നത്. ഇതിലും വലിയ പബ്ലിസിറ്റിയുടെ ആവശ്യമില്ല. ആ ന്യൂസ് നാട് മുഴുവൻ പടരും. ഫ്രീ പബ്ലിസിറ്റി. ഇനി 6ാമത്, കോമ്പറ്റീഷൻ ഇല്ലേ ഇല്ല. എത്ര കോടി ഇൻവെസ്റ്റ് ചെയ്താലും ആർക്കും ഈ മാർക്കറ്റിലേക്ക് കയറാൻ പറ്റില്ല. കാരണം നിയമം അത് അനുവദിക്കുന്നില്ല. ഇവിടെ ഗവൺമെന്റിന്റെ മൊണോപ്പൊളിയാണ്. ഇനി 7, അവസാനത്തേത്, മാത്തമാറ്റിക്കലി ഈ ബിസിനസ്സിന് ലോസ് വരാൻ പറ്റില്ല. ഇമ്പോസിബിൾ ആണ്. അപ്പൊ എന്താണ് നിങ്ങളുടെ ഗസ്? കള്ളുകച്ചവടം, ക്രിപ്റ്റോ, ഡ്രോപ്പ് ഷിപ്പിംഗ്, MLM, റിയൽ എസ്റ്റേറ്റ്? ഇതൊന്നുമല്ല. ഈ ബിസിനസ് കേരളത്തിൽ 1968 മുതൽ സക്സസ്ഫുൾ ആയിട്ട് റൺ ചെയ്യുന്ന ഒരു ബിസിനസ്സാണ്. അത് നിങ്ങൾക്കും അറിയാം, കേരള ലോട്ടറി. നമുക്ക് പതിയെ ഈ മെഷീന്റെ ഉള്ളിലേക്കൊന്ന് പോകാം. നമുക്ക് മിസ്റ്റർ രാജനെ ഒന്ന് പരിചയപ്പെടാം. തൃശ്ശൂർ ബസ് സ്റ്റാൻഡിന്റെ മുന്നിൽ ടിക്കറ്റ് വിൽക്കുന്ന ഒരാളാണ്. രാവിലെ 6:30 മുതൽ അവിടെ ഉണ്ടാവും. കയ്യിൽ ഒരു ബോർഡ് നിറയെ ടിക്കറ്റ്. വൈകുന്നേരം വരെ ഒരൊറ്റ നിപ്പാണ്. ഒരു 50 രൂപ ടിക്കറ്റ് വിറ്റാൽ ചിലപ്പോൾ 5, 6, 10 രൂപ കിട്ടും. അപ്പോൾ ഒരു ദിവസം 500 രൂപ ഉണ്ടാക്കണമെങ്കിൽ മിനിമം എത്ര ടിക്കറ്റ് വിൽക്കണം എന്ന് നമുക്ക് കണക്കൂട്ടി നോക്കാവുന്നതേ ഉള്ളൂ. പൊരി വെയിലത്ത് എല്ലാ ദിവസവും ഇങ്ങനെ നിന്ന് പണിയെടുക്കണം. ഈ രാജന്റെ മുകളിൽ വേറെ ഒരു ഏജന്റ് കാണും. ആ ഏജന്റിന്റെ മുകളിൽ ഒരു ഡിസ്ട്രിക്ട് ഡിസ്ട്രിബ്യൂട്ടർ ഉണ്ടായിരിക്കും. അതിന്റെ മുകളിൽ കേരള ഗവൺമെന്റ് ഉണ്ടായിരിക്കും. ഇവിടെ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ ചെയിനിലെ ഏറ്റവും വലിയ കട്ട്, അതല്ലെങ്കിൽ ഏറ്റവും വലിയ പ്രോഫിറ്റ് അത് ഗവൺമെന്റിന്റെ തന്നെയാണ്. ഗവൺമെന്റിന് ഈ പൈസ ഈ ടിക്കറ്റ് വിൽക്കുന്നതിന് മുമ്പ് തന്നെ കിട്ടും. കാരണം ഏജന്റുമാരെല്ലാം ഈ ടിക്കറ്റ് പണം കൊടുത്ത് തന്നെയാണ് ഗവൺമെന്റിന്റെ നിന്ന് വാങ്ങിക്കുന്നത്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഗവൺമെന്റിന് ഇവിടെ റിസ്ക് ഓൾമോസ്റ്റ് 0 ആണ്. ഇനി കണക്കിലേക്ക് പോകാം. ആഴ്ചയിൽ ഒരു ടിക്കറ്റ്, അതായത് 50 രൂപ എന്ന് അസ്യൂം ചെയ്യാം. അത് 30 വർഷം ഒരാൾ വാങ്ങിച്ചുകൊണ്ടേ ഇരുന്നു എന്ന് കരുതുക. ടോട്ടൽ 1560 ടിക്കറ്റ്. മൊത്തം മുടക്കിയത് 78,000 രൂപ. ടിക്കറ്റിന്റെ വില കൂടിയില്ല എന്ന് അസ്യൂം ചെയ്യാം. ഫസ്റ്റ് പ്രൈസ് അടിക്കാനുള്ള ചാൻസ് എത്രയാണ്? ഏകദേശം 90 ലക്ഷത്തിൽ 1. ഈ 90 ലക്ഷം എന്നൊക്കെ കേട്ടാൽ വലിയ നമ്പർ ആയതുകൊണ്ട് നമ്മുടെ തലയിലേക്ക് അത് കയറില്ല. അതുകൊണ്ട് ഇങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങൾ ഇന്ന് ഒരു ടിക്കറ്റ് എടുക്കുന്നു. എല്ലാ ആഴ്ചയും മുടങ്ങാതെ നിങ്ങൾ ടിക്കറ്റ് എടുക്കുന്നു. നിങ്ങൾക്ക് ശേഷം നിങ്ങളുടെ മകൻ അതല്ലെങ്കിൽ മകൾ ടിക്കറ്റ് എടുത്ത് മുന്നോട്ട് പോകുന്നു. അതിനുശേഷം അവരുടെ അടുത്ത ജനറേഷൻ, അങ്ങനെ ഒരു തലമുറയും മുടക്കാതെ ഇങ്ങനെ ടിക്കറ്റ് എടുത്തുകൊണ്ടേയിരിക്കുന്നു. ഏകദേശം 6000 തലമുറ കഴിയുമ്പോൾ ആ കുടുംബത്തിന് ഒരാൾക്ക് ഒറ്റത്തവണ ഫസ്റ്റ് പ്രൈസ് കിട്ടാനുള്ള പ്രോബബിലിറ്റി ഉണ്ട്. അതാണ് ഈ 90 ലക്ഷത്തിൽ 1 എന്ന് പറഞ്ഞാൽ. ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ, ഇത് എക്സാക്റ്റ് ആയിട്ട് പ്രോബബിലിറ്റി അല്ല. ഇത് പ്രോബബിലിറ്റിയുടെ ഒരു റഫ് പിക്ചർ മാത്രമാണ്. 6000 തലമുറ കാത്തിരുന്നാലും ഫസ്റ്റ് പ്രൈസ് അടിക്കും എന്ന് ഗ്യാരണ്ടി ഒന്നുമില്ല. ചിലപ്പോൾ നാളെ തന്നെ എടുക്കുന്ന ടിക്കറ്റ് അടിച്ചു എന്നും വരാം. ആ ചിലപ്പോഴാണ് ഈ ബിസിനസിന്റെ ഫ്യൂവൽ എന്നും മനസ്സിലാക്കുക. അപ്പോൾ പിന്നെ എന്തിനാണ് ആളുകൾ ഈ ടിക്കറ്റ് വാങ്ങിക്കുന്നത്? നമുക്ക് മറ്റൊരാളെ പരിചയപ്പെടാം. മുരുകൻ ഡെയിലി വേജ് വർക്കറാണ്. എല്ലാ ദിവസവും 600 രൂപ വെച്ച് വേജ് കിട്ടുന്നുണ്ട്. എല്ലാ ബുധനാഴ്ചയും 3 ടിക്കറ്റ് എടുക്കും. ചിലവ് 150 രൂപ, ചിലപ്പോൾ അതിനും മുകളിൽ. ചില ആഴ്ചകളിൽ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ സ്കിപ്പ് ചെയ്തായിരിക്കും ഈ 150 രൂപ കണ്ടെത്താൻ പോകുന്നത്. മുരുകൻ ഒരു മണ്ടനാണോ? അല്ല. ആ 150 രൂപ കൊടുക്കുമ്പോൾ മുരുകന് കിട്ടുന്നത് എന്താണെന്ന് അറിയാമോ? വെറും ഒരു ടിക്കറ്റ് മാത്രമല്ല, ബുധനാഴ്ച വൈകുന്നേരം വരെ നീളുന്ന ഒരു സ്വപ്നം. പണിയെടുക്കുന്നതിന്റെ ഇടയിൽ പോലും മനസ്സിൽ ഓടുന്ന ഒരു സിനിമ. കടമൊക്കെ തീർന്നു, വലിയ വീട് പണിതു, ആർഭാടമായിട്ട് ജീവിക്കുന്നു, മകളുടെ കല്യാണം ഗംഭീരമായിട്ട് നടന്നു, ഏത് ബാങ്കിൽ FD ഇടും, അതോ 3-4 ബാങ്കിൽ FD ഇടണോ? ഇങ്ങനത്തെ ചിന്തകളായിരിക്കും. അപ്പോൾ ഈ കേരള ലോട്ടറി അതല്ലെങ്കിൽ ഏത് ലോട്ടറിയും സെല്ല് ചെയ്യുന്നത് ടിക്കറ്റ് അല്ല. അവര് വിൽക്കുന്നത് ഈ ഹോപ്പാണ്. പക്ഷേ ആ ഹോപ്പിന്റെ ഷെൽഫ് ലൈഫ് എന്ന് പറയുന്നത് തൊട്ടടുത്ത നറുക്കെടുപ്പ് വരെ മാത്രമാണ്. അതുകൊണ്ട്
ആ കസ്റ്റമർ വീണ്ടും വരും, അത് ഉറപ്പാണ്. കാരണം എന്താണ്? ആ ഒരു കിക്ക്, ആ ഒരു നറുക്കെടുപ്പിൽ തീർന്നു എങ്കിൽ ആ ഒരു കിക്ക് വീണ്ടും കിട്ടാനായിട്ട് അവർ വീണ്ടും ക്യൂ നിന്ന് ടിക്കറ്റ് എടുത്തിരിക്കും. അപ്പോൾ ഇതുവരെ കേട്ടതൊക്കെ ട്രെയിലർ മാത്രം. ഇനിയാണ് വളരെ ഡെപ്തിൽ, വളരെ സീരിയസ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം കേട്ടാൽ ഈ ലോട്ടറി എന്ന് പറയുന്ന ആ ഒരു സംഭവത്തിനെ തന്നെ നിങ്ങൾ കാണുന്ന പെർസ്പെക്റ്റീവ് മാറും. കേരള ലോട്ടറി എന്ന് പറയുന്നത് സത്യത്തിൽ ഒരു ടാക്സ് ആണ്, ഒരു വോളണ്ടറി ടാക്സ്. ആരും നമ്മളെ ഫോഴ്സ് ചെയ്യുന്നില്ല, നമ്മൾ സ്വയം ചെന്ന് ക്യൂ നിന്ന് അടയ്ക്കുന്ന ഒരു ടാക്സ്. പക്ഷേ ഇൻകം ടാക്സ് പോലെയോ GST പോലെ അല്ല ഇത്. ഇതിനൊരു വിചിത്രമായിട്ടുള്ള റൂൾ ഉണ്ട്. നിങ്ങൾ എത്രത്തോളം പാവപ്പെട്ടവനാണോ അത്രയും കൂടുതലായിരിക്കും ഈ ടാക്സ് നിങ്ങൾ അടയ്ക്കാൻ പോകുന്നത്. ഇൻകത്തിന്റെ പെർസെൻറ്റേജ് നോക്കിയാൽ മാസം 1 ലക്ഷം വാങ്ങുന്ന ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ എത്ര ലോട്ടറി ടിക്കറ്റ് എടുക്കുന്നുണ്ടായിരിക്കും? മിക്കവാറും 0. ചില ആളുകൾ എടുക്കുന്നുണ്ടാവാം. പക്ഷേ ദിവസം 600, 700, 800 കിട്ടുന്ന ഒരു വേജ് വർക്കർ, അതല്ലെങ്കിൽ ഒരു കൺസ്ട്രക്ഷൻ വർക്കർ ആഴ്ചയിൽ എത്ര രൂപ സ്പെൻഡ് ചെയ്യുന്നുണ്ടായിരിക്കും? നമ്മൾ കണക്കൊന്നെടുത്ത് നോക്കിയാൽ നല്ല പോലെ സാലറി വാങ്ങുന്ന ഒരാളുടെ 1%, 2% വരുമാനത്തിൽ ചില സമയം ലോട്ടറിയിലേക്ക് പോയാൽ പോലും ഒരു വേജ് വർക്കർ, നേരത്തെ പറഞ്ഞ മുരുകനെ പോലെയുള്ള ഒരു വേജ് വർക്കർ അടയ്ക്കുന്നതിന്റെ ശതമാനത്തിന്റെ ഒരു പങ്ക് പോലും അത് വരുന്നില്ല. ഇതിന് സത്യത്തിൽ എക്കണോമിക്സിൽ തന്നെ ഒരു പേരുണ്ട്, റിഗ്രസീവ് ടാക്സ്. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ താഴേക്ക് പോകും തോറും ഭാരം കൂടുന്ന ടാക്സ്. ഇനി ഒന്ന് ആലോചിച്ച് നോക്കൂ, എക്കണോമിക്സിൽ തന്നെ ഏറ്റവും കഠിനമായിട്ടുള്ള ഒരു പ്രോബ്ലം ഉണ്ട്. ഒന്നുമില്ലാത്ത ആളിൽ നിന്ന് പണം എങ്ങനെ പിരിക്കും? അവരെ ദേഷ്യം പിടിപ്പിക്കാതെ. ടാക്സ് കൂട്ടിയാൽ സമരം ചെയ്തേക്കാം, ബസ്സിന്റെ ചാർജ് കൂട്ടിയാൽ പ്രതിഷേധം ഉണ്ടായേക്കാം. ആ പ്രോബ്ലം നമ്മുടെ കേരള ഗവൺമെന്റ് സോൾവ് ചെയ്ത മാർഗമാണ് ഈ ലോട്ടറി. അതിന്റെ ആൻസർ ഇതാണ്: അവർക്ക് ഒരു സ്വപ്നം വിൽക്കുക, എന്നിട്ട് ആ സ്വപ്നത്തിന് 50 രൂപ വിലയിടുക. ദേഷ്യം പോയിട്ട് നന്ദിയോടെ ആളുകൾ ആ പണം കൊടുത്ത് ആ ഡ്രീം വാങ്ങിക്കും. അപ്പൊ ഇപ്പൊ നിങ്ങൾ ചോദിക്കും, പക്ഷെ ആരെങ്കിലുമൊക്കെ ജയിക്കുന്നുണ്ടല്ലോ, പിന്നെന്താണ് കുഴപ്പം? ശരിയാണ്, ഈ ജയിച്ച ആളുകൾക്കൊക്കെ എന്ത് സംഭവിക്കുന്നു എന്ന് നമ്മൾ നോക്കിയാൽ കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ തന്നെ പല ആളുകളുടെയും അവസ്ഥ വളരെ ദയനീയമാണ്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇത് കിട്ടാനുള്ള പ്രോബബിലിറ്റി കുറവാണ് എന്നത് ഒരു കാര്യം. 2, ഇത് അവർ വിജയിച്ചാൽ പോലും ആ കയ്യിൽ കിട്ടുന്ന പണം അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വളരെ ക്വിക്കായിട്ട് അവരുടെ കയ്യിലേക്ക് വരുന്ന അത്രത്തോളം വലിയ എമൗണ്ട്, അത് എന്ത് ചെയ്യണമെന്നോ അതെങ്ങനെ മാനേജ് ചെയ്യണമെന്നോ അവർക്ക് ഒരു പിടി ഉണ്ടാവില്ല. ഒന്ന്, അവർക്ക് ഈ ലോട്ടറി അടിച്ച കാര്യം നാട് മുഴുവൻ അറിഞ്ഞിട്ടുണ്ടാവും. ഏജന്റിന്റെ കമ്മീഷൻ പോകും, 30% TDS ഉണ്ടാവും. 1 കോടിയാണ് ലോട്ടറി അടിക്കുന്നത് എങ്കിൽ പോലും കയ്യിൽ കിട്ടുന്നത് ചിലപ്പോൾ 63 ലക്ഷം രൂപയായിരിക്കും. പിന്നെയാണ് സൈക്കോളജിക്കലി അവരെ അഫക്റ്റ് ചെയ്യാൻ പോകുന്നതും സോഷ്യലി അവരെ അഫക്റ്റ് ചെയ്യാൻ പോകുന്ന പ്രശ്നങ്ങൾ അവരുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നത്. വർഷങ്ങളായിട്ട് മിണ്ടാത്ത ബന്ധുക്കളും കൂട്ടുകാരും അവരുടെ മിത്രങ്ങളായി അവരുടെ അടുത്ത് വന്ന് പണത്തിന് വേണ്ടിയിട്ട് അവരോട് നല്ല രീതിയിൽ പെരുമാറുന്നുണ്ടാവും. നല്ല റിലേഷൻഷിപ്പുകളും മോശം റിലേഷൻഷിപ്പുകളും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ അവരുടെ ബന്ധങ്ങൾ മിക്സ്ഡപ്പ് ആയി പോകും. പണം തരില്ല എന്ന് പറഞ്ഞാൽ ലോട്ടറി അടിച്ചപ്പോൾ അവൻ അഹങ്കാരമായി എന്നായിരിക്കും കേൾക്കാൻ പോകുന്നത്. പിന്നെ അവരുടെ ഉള്ളിൽ ഉണ്ടാകുന്ന പ്രഷർ, ഇനിയെങ്കിലും ഒരു നല്ല വീട് വെക്കണ്ടേ, ഒരു നല്ല കാറ് വാങ്ങിക്കണ്ടേ, കല്യാണം കഴിക്കുമ്പോൾ നാട് മുഴുവൻ വിളിച്ച് നല്ല രീതിയിൽ നടത്തണ്ടേ, ലൈഫ് സ്റ്റൈൽ മുകളിലേക്ക് പോകും. പക്ഷേ ഇൻകം പഴയതുപോലെ തന്നെയാണ്. അവർക്ക് ബൾക്കായിട്ട് ലോട്ടറി അടിച്ചപ്പോൾ കിട്ടിയ ഒരു എമൗണ്ട് മാറ്റി വെച്ചാൽ അവർക്ക് സ്വന്തമായിട്ട് ഇൻകം ഉണ്ടാക്കാനുള്ള അവരുടെ സ്കില്ല് 1 ഇഞ്ച് പോലും മുന്നോട്ട് വന്നിട്ടില്ല. 3-4 വർഷം കഴിയുമ്പോഴത്തേക്ക് അവർ പഴയ സ്ഥിതിയിലേക്ക് എത്തും. ബോണസ് ആയിട്ട് കിട്ടാൻ പോകുന്നത് ഒരു വലിയ വീടിന്റെ ഇൻഷുറൻസ് ഉണ്ടായിരിക്കാം, ഒരു വലിയ വീടിന്റെ മെയിൻ്റനൻസ് ഉണ്ടായിരിക്കാം. അപ്പോൾ ഞാനിത് ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. പറഞ്ഞു വന്നത്, ലോട്ടറി അടിച്ചവർ പോലും രക്ഷപ്പെടാൻ പോകുന്നില്ല. കാരണം സിസ്റ്റം അത്രത്തോളം പെർഫെക്റ്റ് ആയിട്ടാണ് ഇവരെ എല്ലാവരെയും താഴേക്ക് വലിച്ച് ഇടുന്നത്. ലോട്ടറി സത്യം പറഞ്ഞാൽ ഒരു എന്റർടൈൻമെന്റ് ആയിട്ട് വാങ്ങിക്കുന്നതിൽ വലിയ തെറ്റൊന്നുമില്ല, ഒരു മൂവി ടിക്കറ്റ് പോലെ, അതല്ലെങ്കിൽ ഒരു തമാശ പോലെ. പക്ഷേ അപ്പോഴും ഈ ടിക്കറ്റ് നമ്മൾ വാങ്ങിച്ച് തുടങ്ങിയാൽ അതൊരു അഡിക്ഷൻ ആയിട്ട് മാറാനുള്ള ചാൻസസ് ഉണ്ട്. ഇനി ഇതിനേക്കാളൊക്കെ മുകളിൽ ഇതൊരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടോ അതല്ലെങ്കിൽ ജീവിതത്തിൽ രക്ഷപ്പെടാനുള്ള ഒരേ ഒരു മാർഗമായിട്ടോ ഒക്കെ കാണുന്നത് വളരെ അധികം ടോക്സിക് ലെവലിലേക്ക് നമ്മുടെ ലൈഫിനെ കൊണ്ടെത്തിക്കും എന്നുള്ളത് ഉറപ്പാണ്. നമ്മുടെ കേരള ഗവൺമെന്റ് തന്നെ ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാക്കുന്ന ഇങ്ങനെ ഒരു സംഭവത്തിനെ പറ്റി എന്തിനാണ് ഞാനിങ്ങനെ എതിർത്ത് സംസാരിക്കുന്നത് എന്ന് ചിലർക്കെങ്കിലും തോന്നിയേക്കാം. ഈ വരുമാനം കൂടെ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ കേരള ഗവൺമെന്റിന് കിട്ടുന്ന വലിയ ഒരു സോഴ്സ് ഓഫ് ഇൻകം അല്ലേ മാറാൻ പോകുന്നത് എന്നും തോന്നിയേക്കാം. ഈ ലോട്ടറി എടുക്കുന്ന ഈ കൾച്ചറിന് ചെറിയൊരു മാറ്റം വരണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കയ്യിൽ ഇഷ്ടം പോലെ കാശുള്ള ആളുകൾ അത് വാങ്ങിക്കുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവരുടെ ഇൻകത്തിന്റെ വളരെ ചെറിയൊരു പെർസെൻറ്റേജ് മാത്രമാണ് അവർ ഇതിനു വേണ്ടി മാറ്റിവെക്കുന്നത്. പക്ഷേ ജീവിതത്തിൽ എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ വേറെ ഒരു മാർഗവും ഇല്ല. അവരുണ്ടാക്കുന്ന വളരെ തുച്ഛമായിട്ടുള്ള ഒരു വേജിന്റെ വലിയൊരു പോർഷൻ ഇതിനു വേണ്ടി മാറ്റിവെച്ച് ഇത് ഇങ്ങനെ ഒരു അഡിക്ഷൻ ഉണ്ടാക്കിയെടുക്കുന്നത് ഒരിക്കലും അവരെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നില്ല. അങ്ങനെയുള്ളവർ ഇതിൽ നിന്ന് തീർച്ചയായിട്ടും മാറി നിൽക്കണം എന്ന് തന്നെയാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. അപ്പോഴും ഞാൻ പറയുന്നത്, ഈ 50 രൂപ കൊടുത്ത് അതല്ലെങ്കിൽ 100 രൂപ കൊടുത്ത് ഒരു ടിക്കറ്റ് വാങ്ങിക്കുന്ന ആൾ അവർ ചെയ്യുന്നത് ഒരു തെറ്റായിട്ടുള്ള കാര്യമൊന്നുമല്ല. അവരുടെ ആ ഒരു സ്വപ്നത്തിനെയോ അവരുടെ ആ ഒരു ഡ്രീമിനെയോ അവർക്ക് ഏറ്റവും ലോ കോസ്റ്റിൽ ഇന്ന് വാങ്ങിക്കാൻ സാധിക്കുന്ന ഒരേ ഒരു മാർഗം ടിക്കറ്റാണ്. ഒരു തരത്തിൽ അത് നമ്മുടെ സിസ്റ്റത്തിന്റെ തന്നെ ഫെയിലിയർ ആണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം
എത്ര ഹാർഡ് വർക്ക് ചെയ്താലും രക്ഷപ്പെടാനുള്ളൊരു മാർഗം ഈ സിസ്റ്റം എനിക്ക് ഉണ്ടാക്കി തരുന്നില്ലല്ലോ എന്നുള്ളൊരു ചിന്തയും കൂടി ആവാം ഇങ്ങനെയുള്ള ഓപ്ഷൻസിലേക്ക് അവരെ കൊണ്ടെത്തിക്കുന്നത്. ലോട്ടറി എടുക്കുന്നതിനെ പറ്റി എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നിങ്ങൾ ഇതിനു മുമ്പ് ലോട്ടറി എടുത്തിട്ടുണ്ടോ? അതല്ലെങ്കിൽ തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു വ്യൂ പോയിന്റ് ആണോ നിങ്ങൾക്ക് ലോട്ടറിയെ പറ്റി ഉള്ളത്? ഈ കാര്യങ്ങളെല്ലാം താഴെ സംസാരിക്കും, നമുക്ക് ഒരുമിച്ച് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.